ഹായ് എവ്രി വൺ, വെൽക്കം ടു നീതൂസ് ക്ലാസ് റൂം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് 9ാം ക്ലാസ് ബയോളജിയിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള ഡൈജഷൻ ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് ന്യൂട്രിയൻസിൻ്റെ തേർഡ് പാർട്ടാണ്. കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ അവസാനം വില്ലസിൻ്റെ സ്ട്രക്ചറാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ അത്രയും ഭാഗങ്ങൾ കാണേണ്ടവർക്ക് വേണ്ടിയിട്ട് ലിങ്ക് കമൻറ്റ് ബോക്സിൽ ഉണ്ടാവും. സോ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും കണ്ടു നോക്കൂ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഡൈജഷൻ കഴിഞ്ഞു, അതിൽ അബ്സോർപ്ഷനിൽ എന്ത് സംഭവിക്കുന്നു, ബ്ലഡിലേക്ക് പോകേണ്ടതൊക്കെ ബ്ലഡിലേക്ക് പോകുന്നു, ലിംഫ് സെല്ലുകളിലേക്ക് പോകേണ്ടത് ലിംഫിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞു അല്ലേ. ദെൻ അപ്പോൾ ഇനി ആ ബ്ലഡിലും ലിംഫിലും എന്ത് സംഭവിക്കുന്നു, അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് അതിൽ കൂടെ പോകുന്ന ന്യൂട്രിയൻസ് ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എത്തിച്ചേരുന്നതെന്നാണ് ഇനി നമ്മൾ നോക്കുന്നത്. അപ്പോൾ നോക്കൂ, ബ്ലഡ് എന്ന് പറയുമ്പം അതിന് 2 ഭാഗങ്ങളാണ് ഉള്ളത് പ്രധാനമായും. 55% പ്ലാസ്മയാണ്, അതേപോലെ ബാക്കി 45% എന്ന് പറയുന്നത് ബ്ലഡ് സെൽസും. ഇനി പ്ലാസ്മയിൽ എന്തൊക്കെ കണ്ടൻറ് ഉണ്ട്, ബ്ലഡ് സെൽസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് വരണേന്ന് നോക്കാം. പ്ലാസ്മയിൽ എന്തൊക്കെയാണുള്ളത്? പ്ലാസ്മയിൽ പ്രധാനമായിട്ടുള്ളത് വലിയൊരു ഭാഗം വാട്ടർ കണ്ടന്റ് ഉണ്ട്, പിന്നെ ചില പ്രോട്ടീൻസ് ഉണ്ട്. ഏതൊക്കെയാണ് പ്രോട്ടീൻസ്? ആൽബുമിൻ, ഗ്ലോബുലിൻ ആൻഡ് ഫൈബ്രിനോജൻ. ഈ പ്രധാനപ്പെട്ട പ്രോട്ടീനുകളുണ്ട്. പിന്നെ മറ്റു ചില കമ്പോണൻറ്റുകളും അതർ കമ്പോണൻസും ഉണ്ട്. ഇനി ബ്ലഡ് സെൽസിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കറിയാവുന്നതുപോലെ റെഡ് ബ്ലഡ് സെൽസ് ഉണ്ട്, വൈറ്റ് ബ്ലഡ് സെൽസ് ഉണ്ട് ആൻഡ് പ്ലേറ്റ്ലെറ്റ്സും ഉണ്ട്. ദെൻ ഇനി ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഫംഗ്ഷനും കൂടി നമുക്ക് നോക്കണം. അപ്പോൾ റെഡ് ബ്ലഡ് സെൽസിൻ്റെ പ്രധാന ചുമതല ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ട്രാൻസ്പോർട്ട് ഓഫ് ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. നമുക്കറിയാം ലങ്സിൽ നിന്നുള്ള ഓക്സിജനെ ശരീരത്തിൻ്റെ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നതും ശരീരഭാഗങ്ങളിൽ നിന്നുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ തിരിച്ച് ലങ്സിലേക്ക് എത്തിക്കുന്നതും എന്താണ്? റെഡ് ബ്ലഡ് സെൽസിൽ അടങ്ങിയിരിക്കുന്ന ഹീമോഗ്ലോബിനിലൂടെയാണ് എന്നുള്ളതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. ദെൻ അതേപോലെ വൈറ്റ് ബ്ലഡ് സെൽസിൻ്റെ ഫംഗ്ഷൻ പറയുകയാണെങ്കിലോ, പാർട്ട് ഓഫ് ഇമ്മ്യൂൺ സിസ്റ്റമാണ്. നമ്മുടെ ബോഡിയുടെ രോഗപ്രതിരോധ ശേഷി, ഡിഫെൻസിനെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ്, പ്രധാന പങ്ക് വഹിക്കുന്ന ആൾക്കാരാണ് വൈറ്റ് ബ്ലഡ് സെൽസ് എന്ന് പറയുന്നത്. പിന്നെ പ്ലേറ്റ്ലെറ്റ്സിനെ കുറിച്ച് അതിൽ തന്നെ പറയുന്നുണ്ട്. എന്താണ്? ഹെൽപ്പ് ഇൻ ബ്ലഡ് ക്ലോട്ടിങ്. നമ്മുടെ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ആൾക്കാരാണ് പ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? സോ ഇതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അത് ഒന്നും കൂടി നോക്കുക. ദെൻ നോക്കൂ, സൈഡിലൊരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ഫൈൻഡ് ഔട്ട് ദ ഫങ്ഷൻസ് ഓഫ് ഡിഫറെൻറ്റ് പ്രോട്ടീൻസ് ഇൻ പ്ലാസ്മ. അപ്പോൾ നമ്മൾ 3 പ്രോട്ടീനുകളുടെ പേര് പറഞ്ഞിരുന്നു അല്ലേ, പ്ലാസ്മയിൽ അടങ്ങിയിട്ടുള്ള. അവരുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് നോക്കിയിട്ട് അടുത്ത ബാക്കി ഭാഗങ്ങളിലേക്ക് പോവാം. നോക്കൂ, പ്ലാസ്മ പ്രോട്ടീൻസ് പ്ലേ ക്രൂഷ്യൽ റോൾസ് ഇൻ മെയിൻറ്റെയിനിങ് ഓവറോൾ ബോഡി ഫങ്ഷൻസ്. അപ്പോൾ നമ്മുടെ ബോഡി ഫങ്ഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ ഈ പ്രോട്ടീന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പങ്കുണ്ട്. അത് ഏതൊക്കെയാണ്, അതിലേതൊക്കെ ടൈപ്സ് ആണെന്ന് പറയുന്നുണ്ട്. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞതാണ്. ആൽബുമിനും, ഗ്ലോബുലിനും, ഫൈബ്രിനോജനും. ഓരോന്നിനും വ്യത്യസ്ത ഫംഗ്ഷൻ ഉണ്ട്. അതിൻ്റെ എന്തൊക്കെയാണ് ഫംഗ്ഷൻ? ആൽബുമിനാണെങ്കിൽ റെഗുലേറ്റ് ഓസ്മോട്ടിക് പ്രഷർ ആൻഡ് ട്രാൻസ്പോർട്ട് സബ്സ്റ്റൻസസ്. ഗ്ലോബുലിനും എന്തായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്? ആക്ടേഴ്സ് ആൻറ്റിബോഡി ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ ട്രാൻസ്പോർട്ട് മോളിക്യൂൾസ്. പിന്നെ ഫൈബ്രിനോജൻ എന്തിന് പ്രധാനപ്പെട്ടതാണ്? ബ്ലഡ് ക്ലോട്ടിങ്ങിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. സോ ഓരോന്നിൻ്റെയും ഫംഗ്ഷൻ ഉണ്ട്, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ആൽബുമിനാണെങ്കിൽ ഓസ്മോട്ടിക് പ്രഷറും പിന്നെ ട്രാൻസ്പോർട്ട് സബ്സ്റ്റൻസുകൾ ഒരു ഭാഗത്തു നിന്ന് മറ്റേ ഭാഗത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്. ഗ്ലോബുലിൻ ആൻറ്റിബോഡിയാണ്, അതും ട്രാൻസ്പോർട്ടിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഫൈബ്രിനോജൻ ഫോർ ബ്ലഡ് ക്ലോട്ടിങ്. ഓക്കെ. ദെൻ ഇനി നമുക്ക് നോക്കേണ്ടത്, ഹൗ ഡസ് ദ എക്സ്ചേഞ്ച് ഓഫ് സബ്സ്റ്റൻസ് ബിറ്റ്വീൻ ബ്ലഡ് ആൻഡ് സെൽസ് ടേക്ക് പ്ലേസ് ഇൻ ഹ്യൂമൻസ്. സോ എങ്ങനെയാണ് അപ്പോൾ നമ്മൾ ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്യുന്നു, ഈ ബ്ലഡിലൂടെ ഈ ന്യൂട്രിയൻസ് ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എത്തുന്നു. അപ്പോൾ എല്ലാ സെല്ലിനും ആവശ്യമുണ്ട് ഈ അമിനോ ആസിഡ് ആണെങ്കിലും പ്രോട്ടീൻ ആണെങ്കിലും അതേപോലെ തന്നെ നമ്മുടെ ഫാറ്റി ആസിഡ്, ഗ്ലിസറോൾ, ഇതൊക്കെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തണം. അപ്പോൾ അതിലെന്ത് ചെയ്യണം? ഈ ബ്ലഡ് വെസലിലൂടെ പോയാൽ മാത്രം പോരാ, അത് സെല്ലുകളുടെ അടുത്തേക്ക് എത്തണം, സെല്ലിൻ്റെ ഉള്ളിലേക്ക് എത്തണം. അതെങ്ങനെയാണെന്നാണ് ഇനി നമ്മൾ അടുത്തൊരു ഇലിസ്ട്രേഷനിൽ നോക്കാൻ പോകുന്നത്. നോക്കൂ, അപ്പോൾ നമ്മൾ ആർട്ടറി, വെയിൻസ് അതെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ, ആർട്ടറീസിലൂടെ ബ്ലഡ് ഫ്ലോ ചെയ്ത് വരുന്നു. അങ്ങനെ ബ്ലഡ് ഫ്ലോ ചെയ്ത് വന്നിട്ട് ആ ആർട്ടറിയുടെ ബ്രാഞ്ചുകൾ വീണ്ടും വീണ്ടും വളരെ തിന്നായിട്ടുള്ള ബ്രാഞ്ചുകളായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നു. അങ്ങനെ തിന്നായിട്ടുള്ള ബ്രാഞ്ചുകളായിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് അത് സെല്ലുകളുടെ ഇടയിലൂടെ സഞ്ചരിക്കുന്നു. അതായത് നമുക്കിവിടെ സെല്ലുകൾ കാണാൻ വേണ്ടിയിട്ട് പറ്റും.
ഇതൊക്കെ എന്താണ്? ഇതൊക്കെ സെല്ലുകളാണ്. അപ്പോൾ ഈ സെല്ലുകളുടെ ഇടയിലൂടെ ഈ കാപ്പിലറീസിൻ്റെ ബ്രാഞ്ചുകൾ ഇങ്ങനെ പോകുന്നുണ്ട്. ബ്ലഡ് ഈ കാപ്പിലറീസിലൂടെ ഫ്ലോ ചെയ്യുന്ന സമയത്ത് ഈ കാപ്പിലറീസിൻ്റെ വാളിൽ ചെറിയ ചെറിയ സുഷിരങ്ങളുണ്ട്, പോസ് ഉണ്ട്. ആ പോസിലൂടെ ഫ്ലൂയിഡ് പാർട്ട് ഓഫ് ദ ബ്ലഡ്, അതായത് പ്ലാസ്മ, അതിൽ മെൽറ്റായിട്ടുള്ള, അതിൽ ഡിസോൾവ് ആയിട്ടുള്ള ന്യൂട്രിയൻസ്, ഇതെല്ലാം കൂടി ആ ചെറിയ ചെറിയ ഓട്ടകളിലൂടെ, സുഷിരങ്ങളിലൂടെ ഈ ഇൻ്റർ സെല്ലുലാർ സ്പേസിലേക്ക് വരുന്നു. ഈ ഇൻ്റർ സെല്ലുലാർ സ്പേസിൽ അതിങ്ങനെ നിറയുന്നു. ഓക്കെ, ആ നിറയുന്ന ആ ഒരു ദ്രവത്തിന്, ആ ഒരു ഭാഗത്തിന് പറയുന്ന പേരാണ് ടിഷ്യൂ ഫ്ലൂയിഡ്. ഈ ടിഷ്യൂ ഫ്ലൂയിഡിൽ ഈ ന്യൂട്രിയൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇവിടെ ന്യൂട്രിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന് സെല്ലിലേക്ക് കയറാമല്ലോ. ഇവിടെയുള്ള കാണുന്ന സെല്ലുകളിലേക്കെല്ലാം അത് എൻട്രി ചെയ്യും. അതേപോലെ തന്നെ അതിൻ്റെ ഉള്ളിലുള്ള സെല്ലുകളുടെ ഉള്ളിൽ വരുന്ന വേസ്റ്റ്, അതിപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ആണെങ്കിലും അല്ല അവിടുത്തെ സെല്ലിനകത്തെ കാര്യങ്ങൾ കഴിഞ്ഞിട്ടുള്ള വേസ്റ്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണെങ്കിലും ഒക്കെ തിരിച്ച് ഈ ടിഷ്യൂ ഫ്ലൂയിഡിലേക്കും വരുന്നുണ്ട്. അപ്പോൾ ഒരു ട്രാൻസ്പോർട്ട്, സെല്ലും ബ്ലഡും സെല്ലും തമ്മിലുള്ള ഒരു കണക്ഷനാണ് ഈ ടിഷ്യൂ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. എന്നിട്ട് തിരിച്ച് ഈ ടിഷ്യൂ ഫ്ലൂയിഡ് എങ്ങോട്ട് തന്നെ കയറും? ഈ ബ്ലഡ് കാപ്പിലറീസിലേക്ക് തന്നെ കയറും. ഒരു ഭാഗം ബ്ലഡ് കാപ്പിലറീസിലേക്കും കയറും. മറ്റേന്ന് പറയുന്നത് ഈ ഗ്രീൻ ഭാഗം കണ്ടോ, ഇതേതാണ്? ലിംഫ് വെസലുകളാണ്. ഈ ലിംഫ് വെസലുകളിലേക്കും ഒരു ഭാഗം തിരിച്ചെൻട്രി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ടിഷ്യൂ ഫ്ലൂയിഡിൻ്റെ ഒരു ഭാഗം ലിംഫ് വെസലിലേക്കും കയറും, ഒരു ഭാഗം തിരിച്ച് കാപ്പിലറീസിലേക്കും കയറുന്നു. ആ കാപ്പിലറീസ് എല്ലാം കൂടി കളക്റ്റായിട്ട് വെയിനായിട്ട് മാറിയിട്ട് വീണ്ടും അത് ഹാർട്ടിലേക്ക് പോകുന്നുണ്ട്. ഓക്കെ, സോ അതിനെക്കുറിച്ച് താഴെ പറയുന്നുണ്ട്, അതൊന്ന് നോക്കാം. നോക്കൂ, ടിഷ്യൂ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? When blood flows through capillaries, the fluid part of blood oozes into intercellular spaces through minute pores on the capillary wall. This fluid is the ടിഷ്യൂ ഫ്ലൂയിഡ്. അപ്പോൾ അങ്ങനെ കാപ്പിലറീസിലൂടെ ബ്ലഡ് ഒഴുകുമ്പോൾ അതിൻ്റെ ഫ്ലൂയിഡ് പാർട്ട് ഒഴുകി പുറത്തേക്ക് വന്ന് ഇൻ്റർ സെല്ലുലാർ സ്പേസിൽ ഇങ്ങനെ കിടക്കുന്നു. അതിനെയാണ് എന്ത് പറയുക? ടിഷ്യൂ ഫ്ലൂയിഡ് എന്ന് പറയാം. അതിലൂടെയാണ് എന്ത് നടക്കുന്നത്? ട്രാൻസ്പോർട്ട് ഓഫ് സബ്സ്റ്റൻസ് ടേക്സ് പ്ലേസ് ബിറ്റ്വീൻ സെൽസ് ആൻഡ് ടിഷ്യൂ ഫ്ലൂയിഡ്. അതിലൂടെ ടിഷ്യൂ ഫ്ലൂയിഡും സെൽസും തമ്മിൽ സബ്സ്റ്റൻസുകൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. സെല്ലിൻ്റെ ഉള്ളിലേക്ക് എടുക്കേണ്ട കാര്യങ്ങൾ ഉള്ളിലേക്ക് എടുക്കുന്നു, പുറത്തേക്ക് എടുക്കേണ്ട കാര്യങ്ങൾ പുറത്തേക്ക് പോകുന്നു. ഇനി ഇതിലെ ഒരു ഭാഗം, ഈ ടിഷ്യൂ ഫ്ലൂയിഡിൻ്റെ ഒരു ഭാഗം തിരിച്ച് എങ്ങോട്ടാണ് എൻ്റർ ആവുന്നത്? വൺ പാർട്ട് ഓഫ് ദ ടിഷ്യൂ ഫ്ലൂയിഡ് എൻറ്റേഴ്സ് ദ ലിംഫ് കാപ്പിലറീസ്. ഗ്രീൻ കളറിൽ കാണുന്നത് ലിംഫ് കാപ്പിലറീസ് ആണ്. ഒരു ഭാഗം അതിലേക്ക് കയറുന്നു. ഇതിനെയാണ് നമ്മൾ ലിംഫ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ബ്ലഡ് സർക്കുലേറ്ററി സിസ്റ്റത്തിലൂടെ ഒഴുകുന്നത് എന്താണ്? ബ്ലഡാണ്. അതേപോലെ ലിംഫാറ്റിക് സിസ്റ്റത്തിലൂടെ ഒഴുകുന്നതിനെയാണ് ലിംഫ് എന്ന് പറയുന്നത്. ഈ ലിംഫ് എന്താണ് ശരിക്കും? ടിഷ്യൂ ഫ്ലൂയിഡാണ്. ടിഷ്യൂ ഫ്ലൂയിഡിൻ്റെ ഒരു ഭാഗമാണ് ഈ ഗ്രീൻ കളറിലുള്ള ലിംഫ് കാപ്പിലറീസിലേക്ക് കയറിയത്. അപ്പോൾ അതെന്താണ്? ഏകദേശം ബ്ലഡിലുള്ള സാധനങ്ങൾ തന്നെയാണ് ലിംഫിൽ ഉണ്ടാവുക, പക്ഷെ ചില കാര്യങ്ങൾ ഉണ്ടാവില്ല. അതേതൊക്കെയായിരിക്കും? അത് ഇതേപോലെയുള്ള ലാർജ് നമ്മുടെ റെഡ് ബ്ലഡ് സെൽസ് ഒക്കെ ഉണ്ടല്ലോ, റെഡ് ബ്ലഡ് സെൽസ് ഒന്നും ടിഷ്യൂ ഫ്ലൂയിഡിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അത് ലിംഫിലും ഉണ്ടാവില്ല. കാരണം എന്താ? നമ്മുടെ കാപ്പിലറീസ് കുഞ്ഞു കുഞ്ഞു ഓട്ടകളുണ്ട്, പോസ് ഉണ്ട് എന്ന് പറഞ്ഞു അല്ലേ? ആ പോസിലൂടെ ഈ റെഡ് ബ്ലഡ് സെൽസിനും അല്ലെങ്കിൽ വലിയ പ്രോട്ടീൻസിനും ഒന്നും ടിഷ്യൂ ഫ്ലൂയിഡിലേക്ക് കടക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അതുണ്ടാവില്ല. അതേപോലെ ഈ ലിംഫിലും അതൊന്നും അടങ്ങിയിട്ടുണ്ടാവില്ല. പിന്നെ നമ്മൾ വില്ലസിൻ്റെ സ്ട്രക്ചർ പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഈ ലിംഫിൻ്റെ ഇമ്പോർട്ടൻസ് എന്തായിരുന്നു? സിമ്പിൾ കമ്പോണൻസ് formed as a result of fat digestion and fat soluble vitamins are transported through the lymph. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫാറ്റി ആസിഡും ഗ്ലിസറോളും ഏതിലേക്കാണ്? ലാക്റ്റിയിലേക്കാണ്. അതായത് ലിംഫിൻ്റെ ഭാഗത്തേക്കാണ് അബ്സോർബ് ചെയ്യുക എന്നുള്ളത് നമ്മൾ വില്ലസിൻ്റെ സ്ട്രക്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ അതാണ് ടിഷ്യൂ ഫ്ലൂയിഡും ലിംഫും. ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ആ ഇൻഡിക്കേറ്റേഴ്സ് വെച്ചിട്ടുള്ള നോട്ടൊന്ന് നോക്കാം. അതായത് അതിൻ്റെ നോട്ട്സ് അതിൽ തന്നെയുണ്ട്, ഞാൻ മാർക്ക് ചെയ്ത് തരാം ഓരോന്നിൻ്റെയും. ഫോർമേഷൻ ഓഫ് ടിഷ്യൂ ഫ്ലൂയിഡ്. ടിഷ്യൂ ഫ്ലൂയിഡ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്നുള്ളത് ഇവിടെ പറയുന്നുണ്ടല്ലോ. എങ്ങനെയാണെന്നുള്ളത് നമ്മളിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഭാഗം എടുത്താൽ മതിയാവും. ദെൻ ദ റോൾ ഓഫ് ടിഷ്യൂ ഫ്ലൂയിഡിൻ്റെ എക്സ്ചേഞ്ച് ഓഫ് സബ്സ്റ്റൻസ് എന്താണ്? ട്രാൻസ്പോർട്ട് ഓഫ് സബ്സ്റ്റൻസ് ടേക്സ് പ്ലേസ് ബിറ്റ്വീൻ ആരൊക്കെ തമ്മിൽ? ആ സെൽസും ടിഷ്യൂ ഫ്ലൂയിഡും തമ്മിൽ എക്സ്ചേഞ്ച് ഓഫ് സബ്സ്റ്റൻസസ് നടക്കുന്നുണ്ട്. പിന്നെ ഫോർമേഷൻ ഓഫ് ലിംഫ്. എങ്ങനെയാണ് ലിംഫ് ഉണ്ടാവുന്നത്? അതും ഇവിടെ പറയുന്നുണ്ട്.
പിന്നെ റോൾ ഓഫ് ലിംഫ് ഇൻ ദ ട്രാൻസ്പോർട്ട് ഓഫ് സബ്സ്റ്റൻസസ്. എന്തൊക്കെയാണ് സബ്സ്റ്റൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്? ഫാറ്റ് ഡൈജഷൻ കഴിഞ്ഞിട്ടുള്ള ഫാറ്റി ആസിഡും ഗ്ലിസറോളും അതുപോലെ ഫാറ്റ് സോല്യൂബിൾ വൈറ്റമിൻസ് ഇതൊക്കെ ലിംഫിലൂടെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ആ ഭാഗം അതിന് വേണ്ടിയിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. ഓക്കെ, ദെൻ ലിംഫാറ്റിക് സിസ്റ്റത്തിനെ കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലിംഫാറ്റിക് സിസ്റ്റം നമ്മൾ സർക്കുലേറ്ററി സിസ്റ്റത്തിൽ ഹാർട്ട് ഉണ്ട്, വെയിൻസ് ഉണ്ട്, ആർട്ടറീസ് ഉണ്ട് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ലിംഫാറ്റിക് സിസ്റ്റത്തിൽ എന്ത് വരുന്നുണ്ട്? ലിംഫ് ഉണ്ട്, ലിംഫ് വെസൽ ഉണ്ട്, ലിംഫ് നോഡ്സ്, സ്പ്ലീൻ, ബോൺ മാരോ, തൈമസ് ഗ്ലാൻഡ് ഇതെല്ലാം എന്തിലടങ്ങിയിരിക്കുന്നു? ലിംഫാറ്റിക് സിസ്റ്റത്തിൽ അടങ്ങിയിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആ സ്ട്രക്ചർ കണ്ടാൽ മനസ്സിലാവും. അതേപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ റെഡ് ബ്ലഡ് സെൽസും ലാർജ് പ്രോട്ടീൻ മോളിക്യൂളും ലിംഫിൽ ഉണ്ടാവില്ല. ഇനി ലിംഫാറ്റിക് സിസ്റ്റത്തിൽ ഇമ്മ്യൂണിറ്റിയുടെ ഒരു പ്രധാന പങ്ക് ഈ ലിംഫാറ്റിക് സിസ്റ്റം വഹിക്കുന്നുണ്ട്. സോ ഈ പോയിന്റുകളൊക്കെ നമ്മൾ ലിംഫാറ്റിക് സിസ്റ്റത്തിനെ കുറിച്ചിട്ട് നോട്ട് ചെയ്ത് വെക്കണം. അതേപോലെ അതിൽ റെഡ് ബ്ലഡ് സെൽസും ലാർജ് പ്രോട്ടീൻ മോളിക്യൂൾസും ആബ്സെൻ്റ് ആയിരിക്കും. ബാക്കിയൊക്കെ ബ്ലഡിലുള്ള പോലെ വൈറ്റ് ബ്ലഡ് സെൽസും പ്ലാസ്മയും ഒക്കെ അതിലും ഉണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് അത് ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ആ സൈഡിൽ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യനും കൂടി നോക്കാം. This one, how is the quantity of tissue fluid regulated in the space between cells? Find out. ആ ടിഷ്യൂ ഫ്ലൂയിഡ് ഇൻ്റർസെല്ലുലാർ സ്പേസിൽ ഇരിക്കും പറഞ്ഞില്ലേ, അതിൻ്റെ അളവ് എങ്ങനെയാണ് മാനേജ് ചെയ്യണമെന്നാണ് ചോദിക്കുന്നത്. സോ അതിൻ്റെ ആൻസറും കൂടെ നോക്കാം. നോക്കൂ, അതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന 3 ഫാക്ടറുകൾ ഉണ്ട് എന്നാണ് പറയുന്നത്. ദ 3 factors that influence the quantity of tissue fluid formed are capillary permeability, പിന്നെ pressure difference between the tissue fluid and the capillary, പിന്നെ the difference between colloidal osmotic pressure in the tissue fluid and blood. capillary permeability എന്ന് പറഞ്ഞാൽ കാപ്പിലറിയിൽ നിന്ന് എത്ര അളവിൽ ടിഷ്യൂവിന്, അതായത് പ്ലാസ്മയ്ക്ക് പുറത്തേക്ക് പോകാൻ പറ്റുന്നുണ്ട്, അതായത് ആ പോസിൻ്റെ വലിപ്പം. പിന്നെ പ്രഷർ ഡിഫറൻസ്, പുറത്തുള്ള ടിഷ്യൂ ഫ്ലൂയിഡും ഉള്ളിലുള്ള കാപ്പിലറിയുടെ ഉള്ളിലുള്ള പ്രഷറും തമ്മിലുള്ള വ്യത്യാസം. അതേപോലെ കൊളോയിഡൽ ഓസ്മോട്ടിക് പ്രഷറും. ഇതൊക്കെയാണ് ആ അളവിനെ മെയിൻറ്റെയിൻ ചെയ്തത്. അതായത് അളവ് കൂടുമ്പം ടിഷ്യൂ ഫ്ലൂയിഡിൻ്റെ സെല്ലിൻ്റെ ഇടയിലുള്ള ടിഷ്യൂ ഫ്ലൂയിഡിൻ്റെ അളവ് കൂടുമ്പോൾ ഈ പെർമിയബിലിറ്റി കുറയും, അതായത് പുറത്തേക്ക് വരുന്നത് കുറയും. അവിടെ അളവ് കുറയുകയാണെങ്കിൽ ഈ പെർമിയബിലിറ്റി കൂടും. അങ്ങനെ കൂടുതൽ അളവിൽ പുറത്തേക്ക് വരും. അങ്ങനെയാണ് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നമ്മൾ ട്രാൻസ്പോർട്ട് പല ഓസ്മോസിസ് അങ്ങനെയൊക്കെ പഠിക്കില്ല, ആക്റ്റീവ് ട്രാൻസ്പോർട്ട് അങ്ങനെയൊക്കെ പഠിക്കുന്നത് പോലെയുള്ളൊരു മെത്തേഡാണ് അവിടെ സംഭവിക്കുന്നത്. ഇനി നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബ്ലഡ് വെസലുകളെ കുറിച്ചാണ് നോക്കുന്നത്. അപ്പം നമ്മൾ വില്ലസിൻ്റെ സ്ട്രക്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് സംഭവിക്കുന്നത്? ഒരു ആർട്ടറി വരുന്നു, ആൻഡ് ആർട്ടറി എന്തായിട്ട് മാറുന്നു? ഡിഫറെൻറ്റ് ബ്രാഞ്ചസ് ആയിട്ട് മാറുന്നു, ആൻഡ് അത് കുറച്ചും കൂടി തിന്നായിട്ടുള്ള ക്യാപ്പിലറീസ് ആയിട്ട് മാറുന്നു, അല്ലേ? അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ ആ ക്യാപ്പിലറീസ് വീണ്ടും ജോയിൻ ചെയ്തിട്ട് എന്തായിട്ട് മാറും? അത് വെയിനായിട്ട് വീണ്ടും ജോയിൻ ചെയ്യും, അല്ലേ? അങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഓരോ സ്ഥലത്തും അല്ലെങ്കിൽ ഓരോ രീതിയിലും അതിൻ്റെ പൊസിഷൻ അനുസരിച്ചിട്ട് ബ്ലഡിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ സ്ട്രക്ചറിനും വ്യത്യാസമുണ്ട്. അപ്പോൾ ഓരോ തരത്തിലുള്ള ബ്ലഡ് വെസൽസിനും ഓരോ തരത്തിലാണ് ബ്ലഡ് കൊണ്ടുപോകേണ്ടി വരുന്നത്. അതിൻ്റെ ഫംഗ്ഷനും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതിനനുസരിച്ച് അതിൻ്റെ സ്ട്രക്ചറിലും വ്യത്യാസമുണ്ട്. ആർട്ടറിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ആർട്ടറി എന്താണ് ചെയ്യുന്നത്? ക്യാരീസ് ബ്ലഡ് ഫ്രം ദ ഹാർട്ടാണ്. അതായത് ഹാർട്ടിൽ നിന്ന് ബ്ലഡ് പമ്പ് ചെയ്ത് അത് ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തിക്കുന്നത് എന്തിലൂടെയാണ്? ആർട്ടറിയിലൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആർട്ടറിക്ക് തിക്ക് ആൻഡ് ഇലാസ്റ്റിക് ആയിട്ടുള്ള വാൾസ് ആണ്. അതേപോലെ അതിലൂടെ ബ്ലഡ് പോകുന്നത് വിത്ത് ഹൈ പ്രഷർ ആൻഡ് ഹൈ സ്പീഡിലാണ്. അപ്പോൾ അത്രയും തിക്കായിട്ടുള്ള ഇലാസ്റ്റിക് ആയിട്ടുള്ള ഒരു വാൾ ഉണ്ടാവാൻ കാരണം എന്താ? അതിലൂടെ ബ്ലഡ് പോകുന്നത് നല്ല പ്രഷറിലും, കാരണം ബ്ലഡ് ഇങ്ങനെ പമ്പ് ചെയ്യാണ് ഹാർട്ടിൽ നിന്ന്, അല്ലേ? അപ്പോൾ അതിന് നല്ല പ്രഷർ ഉണ്ടാവും, പിന്നെ നല്ല സ്പീഡും ഉണ്ടാവും, കാരണം അത് ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തണം. അത്ര പ്രഷറിൽ പോയാൽ മാത്രമാണ് അത് എല്ലാ ഭാഗത്തേക്കും എത്തുള്ളൂ, അല്ലേ? നമ്മളിപ്പോൾ ഈ വോൾട്ടേജ് ഇല്ലാത്ത സമയത്ത് മോട്ടർ അടിച്ചാൽ എങ്ങനെ ഉണ്ടാവും? നമ്മുടെ വെള്ളം ടാങ്കിലെത്തുമോ? ഇല്ല, അല്ലേ? അപ്പോൾ അത്രയും പ്രഷറിൽ വേണം ബ്ലഡ് പമ്പ് ചെയ്യാൻ. അങ്ങനെ പമ്പ് ചെയ്യുമ്പോൾ ഈ വാൾസ് പൊട്ടി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് തിക്കായിട്ടുള്ള, അതേപോലെ ഇലാസ്റ്റിക് ആയിട്ടുള്ള, കുറച്ച് വലിയുന്ന തരത്തിലുള്ള വാൾസ് എന്തിനുള്ളത്? ആർട്ടറിക്കുള്ളത്. അതേസമയം കാപ്പിലറിയുടെ ഫംഗ്ഷൻ എന്താണ്? കാപ്പിലറി ഇത് പറഞ്ഞ പോലെ സെല്ലിൻ്റെ അടുത്ത് കൂടെ പോവുക, സാധനങ്ങൾ അങ്ങോട്ട് കൊടുക്കുക, ഇങ്ങോട്ട് വാങ്ങിക്കുക, അതൊക്കെയാണ് കാപ്പിലറിയുടെ ഫംഗ്ഷൻ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെ വേണം?
വാൾ ഈസ് ഫോംഡ് ഓഫ് എ സിംഗിൾ ലെയർ ഓഫ് സെൽ. വളരെ കനം കുറഞ്ഞ ഒറ്റ ലെയർ ഓഫ് സെൽസ് മാത്രമേ അതിൻ്റെ വാളിൽ ഉണ്ടാവുള്ളൂ. പിന്നെയോ മൈന്യൂട്ട് പോസ് ആർ സീൻ ഇൻ ദ വാൾ. പോസിൻ്റെ കാര്യം നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, അതേപോലെ കാപ്പിലറി വാൾസിൽ പോസ് ഉണ്ട്, ചെറിയ ചെറിയ സുഷിരങ്ങളുണ്ട്. പിന്നെ ബ്ലഡ് അതിലൂടെ എങ്ങനെയാണ് പോവുക? വിത്ത് ലോ പ്രഷർ ആൻഡ് ലോ സ്പീഡ്. പതുക്കെ വളരെ പ്രഷർ കുറഞ്ഞിട്ടാണ് അതിലൂടെ പോവുക. എന്നാൽ മാത്രമല്ലേ അവിടെ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി വെയിൻ ആണെങ്കിലോ ഈ കാപ്പിലറിയിലൂടെ പോകുന്ന ബ്ലഡാണ് വെയിൻ കളക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിനും എന്താ ആവശ്യമില്ല, അധികം തിക്കായിട്ടുള്ള വാൾ ആവശ്യമില്ല, തിൻ വാളാണുള്ളത്. പിന്നെ ബ്ലഡ് ലോ പ്രഷറിലും ലോ സ്പീഡിലുമാണ് പോവുക. പിന്നെ അതിൽ എന്തുണ്ടാവും? വാൽവുകൾ ഉണ്ടാവും. അതാണ് ഒരു പ്രത്യേകത. വാൽവ്സ് ആർ സീൻ. പിന്നെ ക്യാരീസ് ബ്ലഡ് ടു ദ ഹാർട്ട്. അപ്പോൾ തിരിച്ച് ബ്ലഡിനെ ഹാർട്ടിലേക്ക് കൊണ്ടുപോകുന്ന ആൾക്കാരാണ് വെയിൻസ് എന്ന് പറയുന്നത്. ഇനി അധികം പ്രഷറൊന്നും ഇല്ലാതെ ഇതിങ്ങനെ മൂവ് ചെയ്യുന്നത് കാരണം ബ്ലഡ് തിരിച്ചൊഴുകാനുള്ള സാധ്യതയുണ്ട് അല്ലേ. ഇപ്പോൾ ആർട്ടറി എന്ന് പറയുമ്പോൾ ബ്ലഡ് ഇങ്ങനെ പമ്പ് ചെയ്ത് വിടും, നല്ല പ്രഷറിൽ പോവും, എല്ലാ ഭാഗത്തു കൂടെയും എത്തും. പക്ഷെ തിരിച്ചത് ഹാർട്ടിലേക്ക് വരുമ്പോൾ പ്രഷർ കുറവാണ്. അതുകൊണ്ട് തന്നെ ബ്ലഡ് തിരിച്ചൊഴുകാൻ, അതായത് വന്ന ഡയറക്ഷനിൽ തിരിച്ചു പോകാനുള്ള സാധ്യത ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വാൽവുകൾ. അപ്പോൾ തിരിച്ചൊഴുകാൻ ഒരിക്കലും പറ്റില്ല, വാൽവ് അടയും. അതുകൊണ്ട് അതുകൊണ്ട് ബ്ലഡ് ഒരേ ഡയറക്ഷനിലേക്ക് തന്നെ പോയിക്കോളും. ഇത്രയും കാര്യങ്ങളാണ് ഈ 3 ബ്ലഡ് വെസലുകളെക്കുറിച്ചും പറയാനുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഭാഗമാണ്. സോ താഴെ കുറച്ച് ഇൻഡിക്കേറ്റേഴ്സ് ക്വസ്റ്റ്യൻസ് പോലെ കൊടുത്തിട്ടുണ്ട്. ഇത് ഓരോന്നും ആൻസർ ചെയ്യാതെ ഞാനൊരു ടേബിളായിട്ട് കാണിച്ചു തരാം. അതിൽ ഈ പറയുന്ന പോയിന്റുകളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ആർട്ടറിയുടെ വാൾ, 3 വാളിൻ്റെ കാര്യം പറയുന്നുണ്ട്. പിന്നെ ഡയറക്ഷൻ ഓഫ് ദ ബ്ലഡ് ഫ്ലോ, സ്പീഡും പ്രഷറും, വാൽവുകളുടെ പ്രസൻസ്, ഇതെല്ലാം കൂടി ആഡ് ചെയ്തിട്ടൊരു ടേബിൾ ഞാൻ കാണിക്കാം. അത് ഒറ്റയെണ്ണം പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇത് എല്ലാത്തിനും ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നോക്കിക്കോളൂ, 3 കൊടുത്തിട്ടുണ്ട്. ആർട്ടറി, കാപ്പിലറി, വെയിൻ ആൻഡ് ഓരോന്നിൻ്റെയും ഹെഡിങ് മുകളിൽ കൊടുത്തിട്ടുണ്ട്. വാളിൻ്റെ പെക്യുലിയാരിറ്റി, ഡയറക്ഷൻ, സ്പീഡ്, പ്രഷർ, പ്രസൻസ് ഓഫ് വാൽസ്. ഓക്കെ, അപ്പോൾ ആർട്ടറിയിൽ തിക്ക് ആൻഡ് ഇലാസ്റ്റിക് വാളാണ്. ക്യാരീസ് ബ്ലഡ് ഫ്രം ദ ഹാർട്ട് എന്ന് പുറത്തേക്ക് കൊണ്ടുപോകുന്നതാണ്. ഹൈ സ്പീഡ്, ഹൈ പ്രഷർ, വാൽവ്സ് ആബ്സെൻറ്റ്. കാപ്പിലറി എന്ന് പറഞ്ഞാൽ സിംഗിൾ ലെയർ ഓഫ് സെൽസ് ആണ്, മൈന്യൂട്ട് പോസ് ഉണ്ട്. പിന്നെ ഫ്രം ആർട്ടറീസ് ടു വെയിൻ, ആർട്ടറിയിൽ നിന്ന് വെയിൻസിലേക്കാണ് അത് ബ്ലഡിനെ ക്യാരി ചെയ്യുന്നത്. ലോ സ്പീഡാണ്, ലോ പ്രഷറാണ്, വാൽവ്സ് ആബ്സെൻ്റ് ആണ്. ദെൻ വെയിൻ ആകുമ്പം തിൻ വാളാണ്, ബ്ലഡ് ക്യാരീസ് ബ്ലഡ് ടു ദ ഹാർട്ടാണ്. പിന്നെ ലോ സ്പീഡാണ്, ലോ പ്രഷറാണ്, വാൽവ്സ് പ്രസൻ്റ് ആണ്. ഓക്കെ, കംപ്ലീറ്റ് ആയിട്ട് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. വെയിനിൻ്റെ ഈ ഭാഗം ഒന്ന് നോട്ട് ചെയ്തോളൂ. ക്യാരീസ് ബ്ലഡ് ടു ദ ഹാർട്ടാണ്. ഓക്കെ, സോ ഈ ടേബിൾ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. നിങ്ങൾക്ക് കുറച്ച് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ നോക്കാൻ പോണത് അബ്സോർപ്ഷൻ കഴിഞ്ഞിട്ട് ബ്ലഡിലേക്ക് എത്തിയ ന്യൂട്രിയൻസ് എങ്ങനെയാണ് ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അത് നോക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ പോർട്ടൽ വെയിൻസ് എന്താണെന്ന് ആദ്യം ഒന്ന് നോക്കിയിട്ട് പോവാം. അപ്പോൾ വെയിൻസിൻ്റെ കോമൺ ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള ബ്ലഡ് കളക്ട് ചെയ്തിട്ട് അതിന് ഹാർട്ടിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് വെയിൻസിൻ്റെ ഫംഗ്ഷൻ. പക്ഷേ ഈ പോർട്ടൽ വെയിൻസ് എന്ന് പറഞ്ഞാൽ സെർട്ടൈൻ വെയിൻസ് ഡു നോട്ട് റീച്ച് ദ ഹാർട്ട്. ഇൻസ്റ്റെഡ് ദേ ക്യാരി ബ്ലഡ് ഫ്രം ഓർഗൻ ടു ഓർഗൻ. അതായത് ഒരു അവയവത്തിൽ നിന്ന്, ഒരു ഓർഗനിൽ നിന്ന് മറ്റൊരു ഓർഗനിലേക്ക് ബ്ലഡിനെ എത്തിക്കുന്ന വെയിൻസിനെയാണ് പോർട്ടൽ വെയിൻസ് എന്ന് പറയുക. സച്ച് വെയിൻസ് ആർ കോൾഡ് portal veins. The nutrients that are absorbed from the small intestine into the blood are carried to the liver by hepatic portal vein. ഇപ്പോൾ ഹെപ്പാറ്റിക് പോർട്ടൽ വെയിൻ എന്താ ചെയ്യുന്നത്? ഇൻറ്റസ്റ്റൈനിൽ വെച്ചിട്ട് അബ്സോർബ് ആയിട്ടുള്ള ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്തെടുത്ത ബ്ലഡ് ഉണ്ടല്ലോ, ആ ബ്ലഡിനെ ഹാർട്ടിലേക്ക് കൊണ്ടുപോകുന്നതിന് പകരം അത് എവിടെ എത്തിക്കുന്നു? ആദ്യം ലിവറിൽ എത്തിക്കുന്നു. അപ്പോൾ ആ വെയിനിൻ്റെ ഭാഗത്തിനെയാണ് ഹെപ്പാറ്റിക് പോർട്ടൽ വെയിൻ എന്ന് പറയുന്നത്. അത് പോർട്ടൽ വെയിനുകൾക്ക് ഒരു എക്സാമ്പിളാണ്. സോ നമ്മൾ ഈ പറയുന്ന ടോപ്പിക്കിൽ അത് ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കൂ, അത് കാണിക്കാൻ വേണ്ടിയിട്ട് അടുത്ത ഇലിസ്ട്രേഷൻ നമുക്ക് നോക്കാം. ട്രാൻസ്പോർട്ട് ഓഫ് ന്യൂട്രിയൻസ്. ഓക്കെ, അപ്പോൾ ഈ ഭാഗത്ത് വെച്ചിട്ടാണ് എന്ത് നടക്കുന്നത്? നമ്മുടെ അബ്സോർപ്ഷൻ പാർട്ടെല്ലാം നടക്കുന്നത്. ഇൻറ്റസ്റ്റൈൻ, സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ലാർജ് ഇൻറ്റസ്റ്റൈൻ, ആ ഭാഗങ്ങളിലൊക്കെ എന്തുണ്ട്? വില്ലസുകളുണ്ട്. ആൻഡ് വില്ലസുകളിൽ ക്യാപ്പിലറീസും ഉണ്ട്, അതുപോലെ ലാക്റ്റിയിലും ഉണ്ട് എന്ന് പറഞ്ഞു അല്ലേ. ക്യാപ്പിലറീസ് എന്ന് പറഞ്ഞാൽ ബ്ലഡ് വെസലുകൾ, ലാക്റ്റിയിൽ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? അത് ലിംഫിൻ്റെ വെസലുകളായിരുന്നു.
സോ ഈ ബ്ലൂ കളറിൽ കാണുന്നതൊക്കെ അബ്സോർബ് ചെയ്തിട്ട് പോകുന്നത് എന്തിലേക്കാണ്? അതൊക്കെ ബ്ലഡ് കാപ്പിലറീസ് ആണ്. ന്യൂട്രിയൻസ് ഫ്രം ദ ബ്ലഡ് കാപ്പിലറീസ് ഓഫ് ദ വില്ലാസ് റീച്ച് ദ ലിവർ ത്രൂ ദ പോർട്ടൽ വെയിൻ. അപ്പോൾ ഇതൊക്കെ എന്തായി മാറുന്നു? പോർട്ടൽ വെയിനായിട്ട് മാറുന്നു. അതായത് ഈ ഭാഗങ്ങളിലൊക്കെ എന്ത് നടക്കുന്നുണ്ട്? അബ്സോർപ്ഷൻ നടക്കുന്നുണ്ട്. ഈ ഭാഗങ്ങളിലൊക്കെ അബ്സോർപ്ഷൻ നടക്കുന്നുണ്ട്. ആ അബ്സോർപ്ഷൻ നടന്നിട്ട് ആ വെയിൻസുകളൊക്കെ, ആ ചെറിയ ചെറിയ കാപ്പിലറീസൊക്കെ വെയിനായിട്ട് മാറുന്നു. ആ വെയിനുകളൊക്കെ പോർട്ടൽ വെയിനുകളാണ്. അവരെങ്ങോട്ട് പോകുന്നു? ലിവറിലേക്ക് പോകുന്നു. ഇതാണ് നമ്മുടെ ലിവർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഭാഗത്തിന്, ആ ഒരു വെയിനിനെ പറയുന്ന പേരാണ് പോർട്ടൽ വെയിൻ എന്ന് പറയുന്നത്, ഹെപ്പാറ്റിക് പോർട്ടൽ വെയിൻ. ഓക്കെ. ദെൻ ഈ ലിവറിൽ നിന്നാണ് പിന്നീട് അത് ഹെപ്പാറ്റിക് വെയിൻ വഴി എവിടെ എത്തുന്നു? ഹാർട്ടിലേക്ക് എത്തുന്നു. അതായത് ഹെപ്പാറ്റിക് വെയിൻ വീനക്കാവയായിട്ട് മാറുന്നു. വീനക്കാവ അത് ഹാർട്ടിലേക്ക് എത്തുന്നു. ഓക്കെ. സോ ബ്ലഡ് കണ്ടെയ്നിങ് ന്യൂട്രിയൻസ് ഫ്രം ദ ലിവർ റീച്ചസ് ദ ഹാർട്ട് ത്രൂ ഹെപ്പാറ്റിക് വെയിൻ. ഓക്കെ. സോ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ന്യൂട്രിയൻസിന് അബ്സോർപ്ഷൻ നടക്കുന്നു. അബ്സോർപ്ഷൻ നടന്നിട്ട് പോർട്ടൽ വെയിൻ വഴി അത് ലിവറിലെത്തുന്നു. ലിവറിൽ നിന്ന് ഹെപ്പാറ്റിക് വെയിൻ വീനക്കാവ വഴി ഹാർട്ടിലെത്തുന്നു. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അതിനുശേഷം നമുക്ക് ലാക്റ്റിയലിൽ എന്ത് സംഭവിക്കുന്നു നോക്കാം. ന്യൂട്രിയൻസ് പാസസ് ത്രൂ ദ ലാക്റ്റിയൽ ഇൻ ദ വില്ലസ് ടു ദ സ്മോൾ ലിംഫ് വെസൽസ്. അപ്പോൾ ലാക്റ്റിയലുകൾ കൂടി ചേർന്നിട്ട്, ലാക്റ്റിയലുകൾ എന്തൊക്കെയായിരുന്നു? ഫാറ്റി ആസിഡും ഗ്ലിസറോളും അബ്സോർബ് ചെയ്യുന്നത് ഈ ഗ്രീൻ കളറിലുള്ള ഈ ഒരു ലാക്റ്റിയലുകളിലേക്കായിരുന്നു. ഈ ലാക്റ്റിയലുകൾ കൂടി ചേർന്നിട്ട് അത് എന്തായിട്ട് മാറും? ലിംഫ് വെസലുകളായിട്ട് മാറും. ഈ ലിംഫ് വെസൽ എങ്ങോട്ടാണ് പോകുന്നത്? ഫ്രം ദ സ്മോൾ ലിംഫ് വെസൽസ് റീച്ച് ഹേർട്ട് ത്രൂ ദ ലാർജ് ലിംഫ് വെസൽ. ചെറിയ ലിംഫ് വെസലുകൾ ലാർജ് ലിംഫ് വെസലായിട്ട് മാറും. അതും എവിടേക്ക് തന്നെയാണ് എത്തിച്ചേരുക? ഹാർട്ടിലേക്ക് തന്നെ, വീനക്കാവയിൽ തന്നെ ജോയിൻ ചെയ്തിട്ട് ആ ലിംഫ് എവിടേക്ക് തന്നെ എത്തിച്ചേരും? ഹാർട്ടിലേക്ക് തന്നെ എത്തിച്ചേരും. ഓക്കെ. സോ അതിനെ കാണിക്കുന്ന ഒരു ഫ്ലോ ചാർട്ട് താഴെ കൊടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ബ്ലഡ് കാപ്പിലറി ഓഫ് വില്ലസിൻ്റെ ബ്ലഡ് കാപ്പിലറിയിലേക്ക് കയറുന്നത് ഏതൊക്കെയാണ്? ഗ്ലൂക്കോസ് തന്നിട്ടുണ്ട്. അതേപോലെ വേറെ ആരാണ്? അമിനോ ആസിഡും ബ്ലഡ് കാപ്പിലറിയിലേക്കാണ് അബ്സോർബ് ആവുന്നത്. ദെൻ അത് ബ്ലഡ് കാപ്പിലറിയിൽ നിന്നും അടുത്തത് ലിവറിലേക്ക് എത്തിക്കുന്നത് ആരാണ്? പോർട്ടൽ വെയിനാണ് അല്ലേ? അത് പോർട്ടൽ വെയിനാണ്. ലിവറിൽ നിന്ന് ഹെപ്പാറ്റിക് വെയിൻ വഴി അത് എവിടെ എത്തുന്നു? വീനക്കാവയിലേക്ക് എത്തുന്നു. ഓക്കെ അല്ലേ? ദെൻ അപ്പോൾ ഇവിടെ ഫാറ്റി ആസിഡിൻ്റെ കൂടെ ലാക്റ്റിയലിലേക്ക് അബ്സോർബ് ചെയ്യുന്നത് ആരാണ്? ഗ്ലിസറോളാണ്. ഓക്കെ. അതെങ്ങോട്ടാണ് അബ്സോർബ് ചെയ്യുന്നത്? ലാക്റ്റിയൽ ഓഫ് ദ വില്ലസ്. പിന്നീട് അതെന്തായിട്ട് മാറും? ലിംഫ് വെസലുകളായിട്ട് മാറും. ദെൻ അത് വീനക്കാവയിൽ ജോയിൻ ചെയ്യും. അതും എവിടേക്ക് എത്തും? ഹാർട്ടിലേക്ക് എത്തും. ഈ ഹാർട്ടിൽ നിന്ന് ബ്ലഡ് പമ്പ് ചെയ്യുന്നതിനോടൊപ്പം അത് ബാക്കിയുള്ള ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ ബോഡിയിലേക്ക് എത്തിച്ചേരും. ഇങ്ങനെയാണ് ന്യൂട്രിയൻസ് എല്ലാ ഭാഗത്തും എത്തുന്നത്. അപ്പോൾ നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റത്തിലൂടെ തന്നെയാണ് ന്യൂട്രിയൻസും ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്നത്. സർക്കുലേറ്ററി സിസ്റ്റം പഠിക്കുമ്പോൾ നമ്മൾ പറയും ഓക്സിജൻ എല്ലാ ഭാഗത്തേക്കും എത്തിച്ചേരുന്നു എന്ന് പറയും അല്ലേ, ബ്ലഡിലൂടെ. അതേപോലെ തന്നെ ന്യൂട്രിയൻസും ഇതേപോലെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തിച്ചേരുന്നു. ക്ലിയർ അല്ലേ? ദെൻ ഒരു ക്വസ്റ്റ്യൻ അവിടെ കൊടുത്തിട്ടുണ്ട്. വൈ ന്യൂട്രിയൻസ് റീച്ച് ദ ലിവർ ബിഫോർ ദ ഹാർട്ട്. അതായത് ഹൃദയത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് എന്തിനാണ് അത് ലിവറിലൂടെ കടന്നു പോകുന്നത്? ലിവറിന് എന്താണ് അവിടെ ഇമ്പോർട്ടൻസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, മനസ്സിലാക്കി വെക്കണം. സോ അതിൻ്റെ ആൻസർ എന്താ വരിക നോക്കാം. നോക്കൂ, ഓൾ ദ ബ്ലഡ് ലീവിങ് ദ സ്റ്റൊമക്ക് ആൻഡ് ഇൻറ്റസ്റ്റൈൻ പാസസ് ത്രൂ ദ ലിവർ. എന്തുകൊണ്ടാണത്? അപ്പോൾ സ്റ്റൊമക്കിൽ നിന്നും ഇൻറ്റസ്റ്റൈനിൽ നിന്നും വരുന്ന ബ്ലഡ് മൊത്തം ഇതിലൂടെ ആദ്യം പാസ് ചെയ്യും, ലിവറിലൂടെ പാസ് ചെയ്യും. ലിവർ എന്താ ചെയ്യുന്നത്? ദ ലിവർ പ്രോസസ് ദിസ് ബ്ലഡ് ആൻഡ് ബ്രേക്സ് ഡൗൺ, ബാലൻസസ് ആൻഡ് ക്രിയേറ്റ് ദ ന്യൂട്രിയൻസ് ആൻഡ് ഓൾസോ മെറ്റബോളൈസ് ഡ്രഗ്സ് ഇൻ ടു ഫോംസ് ദാറ്റ് ആർ ഈസിയർ ടു യൂസ് ഫോർ ദ റെസ്റ്റ് ഓഫ് ദ ബോഡി ഓർ ദാറ്റ് ആർ നോൺ ടോക്സിക്. അപ്പോൾ എന്തെങ്കിലും ടോക്സിൻസ് ഉണ്ടെങ്കിൽ, നമ്മുടെ ബ്ലഡിൽ എന്തെങ്കിലും ടോക്സിൻസ് കലർന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ അരിച്ചു മാറ്റുന്നത് ലിവറിൽ വെച്ചിട്ടാണ്. അതേപോലെ തന്നെ ന്യൂട്രിയൻസ് ഒക്കെ നമ്മുടെ ശരീരഭാഗങ്ങൾക്ക് എല്ലാം ഉപയോഗിക്കാൻ തരത്തിൽ അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് നമ്മുടെ ബ്ലഡിൽ കൃത്യമായിട്ട് മിക്സ് ചെയ്ത് അതിനെ ഒന്ന് ബാലൻസ് ചെയ്യുന്നത്, ന്യൂട്രലൈസ് ചെയ്യുന്നത്. എന്തെങ്കിലും ടോക്സിക് ആയിട്ടുള്ള സാധനങ്ങളുണ്ടെങ്കിൽ അതിനെയൊക്കെ നശിപ്പിച്ച്, നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഡ്രഗ്സ് ഉണ്ടെങ്കിൽ അതിനെയൊക്കെ ശരീരത്തിൻ്റെ അതാത് ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന രീതിയിലേക്ക് ആക്കി
ബാക്കിയൊക്കെ മാറ്റി അതിനെല്ലാം ബാലൻസ് ചെയ്ത് ഹാർട്ടിലേക്ക് വിടുന്ന ആളാണ് ലിവർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ലിവറിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ഹാർട്ടിൽ എത്തുന്നതിന് മുമ്പ് ബ്ലഡ് ഒന്ന് ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടാണ് അതിനെ ലിവറിലൂടെ കടത്തിവിടുന്നത്. ഓക്കെ, ഇനി നമ്മൾ അടുത്തതായിട്ട് ഹാർട്ടിൻ്റെ സ്ട്രക്ചറിലേക്കും അതിൻ്റെ ഫങ്ഷനിങ് ഒക്കെയാണ് നോക്കാൻ പോകുന്നത്. സോ എ പമ്പ് ഈസ് നീഡഡ് ടു കീപ് ബ്ലഡ് ഫ്ലോയിങ് കണ്ടിന്യൂസ്ലി ത്രൂ ദ ബ്ലഡ് വെസൽസ് ടു ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ ബോഡി. അപ്പോൾ ഒരു പമ്പിങ് ഫോഴ്സ് ഇല്ലാതെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ബ്ലഡ് കണ്ടിന്യൂസ് ആയിട്ട് ഒഴുകിക്കൊണ്ടിരിക്കണം അല്ലേ, നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും ബ്ലഡ് എത്തിച്ചേരണം. അതിന് വെയിൻസ് ഉണ്ട്, ആർട്ടറീസ് ഉണ്ട്, കാപ്പിലറീസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇതിനൊരു ഫോഴ്സ് കൊടുക്കാതെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കില്ല. എന്തെങ്കിലും ഒരു പ്രഷർ അതിൻ്റെ ബാക്കിൽ വേണം, ഒരു പമ്പിങ് യൂണിറ്റ്, ഒരു പമ്പിങ് സൈറ്റ് വേണം. അപ്പോൾ അങ്ങനെ ഒരു പമ്പായിട്ട് ആക്ട് ചെയ്യുന്ന ആളാണ് ഹാർട്ട് എന്ന് പറയുന്നത്. സോ എങ്ങനെയാണ് ഹാർട്ടിൻ്റെ സ്ട്രക്ചർ, എങ്ങനെയാണ് അത് ഫങ്ഷൻ ചെയ്യണേന്നൊക്കെ നമുക്ക് നോക്കാം. ഇത് മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗമാണ്. ആദ്യം തന്നെ നമുക്ക് ഹാർട്ടിൻ്റെ പൊസിഷൻ എവിടെയാണ് വരുന്നതെന്ന് നോക്കാം. The heart is an organ made up of muscles that is situated slightly tilted towards the left in the thoracic cavity. നമ്മുടെ thoracic cavityയിൽ ചെറുതായിട്ടൊന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് ചെരിഞ്ഞിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്, ഹാർട്ട് സ്ഥിതി ചെയ്യുന്നത്. ഹാർട്ട് എന്തുകൊണ്ടാണ്, മസിലുകൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഹാർട്ടിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് തൊറാസിക് ക്യാവിറ്റി. തൊറാസിക് ക്യാവിറ്റി എന്ന് വെച്ചാൽ നമ്മുടെ ഈ നെഞ്ചിൻ്റെ ആ ഒരു ഭാഗത്തിനെയാണ് തൊറാസിക് ക്യാവിറ്റി എന്ന് പറയുക. ആ തൊറാസിക് ക്യാവിറ്റിയിൽ നമ്മുടെ ഈ പ്രൊട്ടക്റ്റിംഗ് റിബ്സുകൾക്കും അതേപോലെ വെർട്ടിബ്രൽ കോളത്തിനും ഒക്കെ ഇടയിലായിട്ട് ചെറുതായിട്ടൊന്ന് ഇടതുവശത്തേക്ക് ചെരിഞ്ഞിട്ടാണ്, നമ്മൾ പറയും ഹാർട്ട് ലെഫ്റ്റ് സൈഡിലാണെന്ന് അല്ലേ. അപ്പോൾ ചെറുതായിട്ട് ഒരു ഇടതുവശത്തേക്ക് ഒരു ചെരിവോട് കൂടിയിട്ടാണ് എന്തിരിക്കുന്നത്, ഹാർട്ട് ഇരിക്കുന്നത്. സോ ആ പൊസിഷൻ ഓർത്ത് വയ്ക്കണം. ദെൻ ഹാർട്ടിനൊരു കവറിങ് ഉണ്ട്, അതിനെയാണ് പെരികാർഡിയം എന്ന് പറയുക. പെരികാർഡിയം ഇസ് എ ഡബിൾ ലെയേർഡ് മെംബ്രെയിൻ ദാറ്റ് കവേഴ്സ് ദ ഹാർട്ട്. പെരികാർഡിയൽ ഫ്ലൂയിഡ്. അപ്പോൾ പെരികാർഡിയം എന്ന് പറഞ്ഞാൽ അതൊരു ഡബിൾ ലെയേർഡ് മെംബ്രെയിനാണ്, 2 ലെയറുള്ള ഒരു മെംബ്രെയിനാണ്. ദെൻ അതിൻ്റെ ഇടയിൽ, ആ ലെയറുകളുടെ ഇടയിൽ എന്തുണ്ട്, പെരികാർഡിയൽ ഫ്ലൂയിഡ് ഉണ്ട്. അത് എന്തിനു വേണ്ടിയിട്ടാണ്, പ്രൊട്ടക്ട്സ് ദ ഹാർട്ട് ഫ്രം എക്സ്റ്റേണൽ ഷോക്സ് ആൻഡ് ഹെൽപ്സ് ടു റെഡ്യൂസ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദ മെംബ്രെയിൻസ് വെൻ ഹാർട്ട് ബീറ്റ്സ്. അപ്പോൾ ഹാർട്ടിലെ മസിൽ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കും, ഹാർട്ട് ഇങ്ങനെ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ മസിൽ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ മസിൽ ഈ കവറിങ്ങിൽ എപ്പോഴും ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനൊരു ഇങ്ങനെ ഒരഞ്ഞൊരഞ്ഞൊരു ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഹാർട്ടിൽ എന്തെങ്കിലും ഒരു പ്രഷർ വരിക, നമ്മുടെ നെഞ്ചിലൊരു എന്തെങ്കിലും ഇടിക്കുന്ന പോലെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രഷർ വരികയാണെങ്കിൽ ഹാർട്ടിലേക്ക് ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടും അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു പെരികാർഡിയൽ ഫ്ലൂയിഡ് ആ ലെയറുകളുടെ ഇടയിൽ നിറച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് ഹാർട്ടിന് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. പിന്നെ ഹാർട്ടിൻ്റെ പ്രൊട്ടക്ഷന് നമുക്ക് മറ്റെന്തൊക്കെ പറയാം, ഇതുണ്ടോ, സ്റ്റേർണം ഉണ്ട്, ഫ്രണ്ടിൽ ഒരു സ്റ്റേർണം ഉണ്ട്, നമ്മുടെ നെഞ്ചിൻ്റെ ഭാഗത്തുള്ള എല്ലുണ്ട്. പിന്നെ റിബ്സ് ഉണ്ട്, നമ്മുടെ വാരി എല്ലുകൾ എന്ന് പറയുന്ന ഈ വളഞ്ഞിരിക്കുന്ന റിബ്സ് ഉണ്ടല്ലോ, അതും ഹാർട്ടിനൊരു പ്രൊട്ടക്ഷനാണ്. പിന്നെ വെർട്ടിബ്രൽ കോളം എന്ന് പറയുമ്പോൾ നമ്മുടെ നട്ടെല്ല്, ബാക്കിൽ വെർട്ടിബ്രൽ കോളം ഉണ്ട്. അപ്പോൾ വെർട്ടിബ്രൽ കോളം ബാക്കിലും സ്റ്റേർണം ഫ്രണ്ടിലും, ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലായിട്ടാണ് ഹാർട്ട് വരുന്നത്. പിന്നെ അതിനെ കവർ ചെയ്ത് നിൽക്കുന്ന പോലെ എന്തുണ്ട്, റിബ്സും ഉണ്ട്. അതുകൂടാതെ തന്നെ ഹാർട്ടിനുള്ള ഒരു കവറിങ് ആണ് പെരികാർഡിയം എന്ന് പറയുന്നത്. ഇതൊക്കെ എന്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഹാർട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി അവിടെ കുറച്ച് ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ആൻസേഴ്സ് ഒന്ന് നോക്കാം. പൊസിഷൻ ഓഫ് ദ ഹാർട്ട്, ഹാർട്ടിൻ്റെ പൊസിഷൻ എന്താണെന്നുള്ളത് ഇവിടെ ഫസ്റ്റ് സെൻറ്റൻസിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. എവിടെയാണ്, ദ ഹാർട്ട് ഇസ് ആൻ ഓർഗൻ മെയ്ഡ് അപ്പ് ഓഫ് മസിൽസ് ദാറ്റ് ഇസ് സിറ്റുവേറ്റഡ് സ്ലൈറ്റ്ലി ടുവേർഡ്സ് ദ ലെഫ്റ്റ് ഇൻ ദ തൊറാസിക് ക്യാവിറ്റി. ഓക്കെ, സോ അതാണ് ഹാർട്ടിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത്. ദെൻ അടുത്തത് പ്രൊട്ടക്ഷൻ ഓഫ് ദ ഹാർട്ട്. ഹാർട്ടിൻ്റെ പ്രൊട്ടക്ഷൻ എങ്ങനെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് പ്രൊട്ടക്ഷൻ ഓഫ് ഹാർട്ടിൽ വരണേന്ന് നോക്കാം. ദ ഹാർട്ട് ഈസ് പ്രൊട്ടക്റ്റഡ് ബൈ ദ റിബ് കേജ് which along with the sternum forms a protective bony framework around the chest. അപ്പോൾ റിബ് കേജും, അതായത് നമ്മുടെ ഫ്രണ്ടിലത്തെ എല്ലുകളുണ്ടല്ലോ, വാരി എല്ലുകളും അതേപോലെ സ്റ്റേണവും, അതെന്തായിട്ട് വരുന്നു, ഒരു ബോണി ഫ്രെയിം വർക്ക് ഉണ്ടാവുന്നു അറൗണ്ട് ദ ചെസ്റ്റ്. അതേപോലെ അഡീഷണലി എന്തുണ്ട്, ദ ഹാർട്ട് ഇസ് എൻക്ലോസ്ഡ് വിത്ത് എ ഡബിൾ ലെയർഡ് മെംബ്രെയിൻ കോൾഡ് പെരികാർഡിയം. ഇത് രണ്ടും നമ്മൾ പ്രൊട്ടക്ഷൻ പറയുമ്പോൾ മെൻഷൻ ചെയ്യേണ്ടതാണ്. ഓക്കെ, സോ അത് ക്ലിയർ അല്ലേ.
ഇനി അടുത്തത് നോക്കുകയാണെങ്കിൽ ഫങ്ഷൻ ഓഫ് ദി പെരിക്കാർഡിയൽ ഫ്ലൂയിഡ്. പെരിക്കാർഡിയൽ ഫ്ലൂയിഡിൻ്റെ ഫങ്ഷനും ഇതിൽ തന്നെ പറയുന്നുണ്ട്. പെരിക്കാർഡിയൽ ഫ്ലൂയിഡ് which is filled in between these membranes protect the heart from external shocks, helps to reduce friction between the membranes when the heart beats. ഓക്കെ, അപ്പോൾ ഇത്രയും ഭാഗം അതിൻ്റെ ഫങ്ഷൻ ആയിട്ട് പറയാം. ഓക്കെ, ക്ലിയർ അല്ലേ? സോ നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഇനി അടുത്തത് വരുന്നത് ഹാർട്ടിൻ്റെ സ്ട്രക്ചറും ഫങ്ഷനിങ്ങും ഒക്കെയാണ്. അതൊറ്റ വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളോ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളോ ഒക്കെ കമൻസിൽ അറിയിക്കുക. ക്ലാസ് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസ് കാണുന്നതിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.